ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ബോംബ് നിർമ്മാണം മുഴുവൻ പ്രതികൾക്കും അറിയാമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസാണിത്. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഗുരുതര പരാമർശങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇത്തരമൊരു ബോംബ് സ്ഫോടനത്തിൽ കലാശിച്ചത്, അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിൽ കലാശിച്ചതെന്നാണ് CPM നേതാക്കളടക്കം പല ഇടങ്ങളിലും പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായൊരു ചിത്രമാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ പോലീസും ഈ രാഷ്ട്രീയ പകയിലുപരി വ്യക്തികൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള പകയാണ് ഇതിന് പിന്നിലെങ്കിലും ഈ CPM RSS അനുഭാവികളായിരുന്നു ഈ രണ്ട് സംഘങ്ങളിലായി അണിനിരുന്നത്. ഇവർ തമ്മിലുള്ള സംഘർഷത്തിൽ രാഷ്ട്രീയമില്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും ഇപ്പോൾ ഉണ്ട് എന്ന്. രാഷ്ട്രീയ എതിരാളികളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളെയും ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചത് എന്ന രീതിയിൽ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ഈ കേസിൽ ഈ പങ്കാളിത്തമുള്ളവരാണ് അറസ്റ്റിലായ എല്ലാവരും എന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. ഈ അമൽ ബാബു എന്ന DYFI നേതാവ് ഈ മണൽ ഉപയോഗിച്ച് ഈ ബോംബുകൾ മറയ്ക്കാനുള്ള ശ്രമം നടത്തി എന്നും കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം കൂടുതൽ പേർക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതായും പറയുന്നു. നേരത്തെ CPM നേതാക്കൾ അടക്കം പറഞ്ഞത് ചിലർ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയതാണ്. ഇത്തരമൊരു സ്ഫോടനം എത്തിയപ്പോൾ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും മറ്റുമൊക്കെ സഹായിക്കാൻ എത്തിയവരാണ് ചിലർ എന്നാണ് അറസ്റ്റിലായവരിൽ ചിലർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവർ ആ വാദവും പോലീസ് തള്ളി എന്ന രീതിയിലാണ് റിമാൻഡ് റിപ്പോർട്ട്. കസ്റ്റഡിയിലായ അല്ലെങ്കിൽ അറസ്റ്റിലായ എല്ലാവർക്കും കേസുമായി ബന്ധമുണ്ട് എന്നും പറയുന്നു. വലിയ രാഷ്ട്രീയ വിവാദമായി ഈ പ്രശ്നം മാറുന്നതിനിടയിൽ, കാരണം രാഷ്ട്രീയമായ ഒരു ഛായ ഇതിനില്ല, എതിരാളികളെയോ പ്രതിയോഗികളെയോ വകവരുത്താൻ വേണ്ടി ഉണ്ടായ ബോംബ് സ്ഫോടനമല്ല, സാമൂഹ്യ വിരുദ്ധ ശക്തികളിൽപ്പെട്ട ആളുകളാണ് ഇത്തരം കൃത്യത്തിലേക്ക് നീങ്ങിയത്. നേരത്തെ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നുവെങ്കിലും നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്നും മാറി നിന്നവരാണ് ഇത്തരത്തിൽ കൃത്യം ചെയ്തതെന്ന് പറയുമ്പോഴും DYFIയുടെ മറ്റുമൊക്കെ സജീവ ഭാരവാഹികൾ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ട് അറസ്റ്റിലാവുകയും അവരടക്കമുള്ളവർ ഈ കേസിൽ സജീവ പങ്കാളികളാണ് എന്ന് പോലീസ് പറയുകയും ചെയ്യുമ്പോൾ അത് വലിയ പ്രതിരോധത്തിലേക്കാണ് CPMനെ മാറ്റുന്നത്. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളിൽ എന്തൊക്കെ പ്രതിരോധം ഇനി പാർട്ടി മുന്നോട്ട് സ്വീകരിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. അശ്വതി, അനീഷ്, ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ അത്രമേൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എതിരാളികൾ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് CPM ഇക്കാര്യത്തിൽ മറുപടി പറയുന്നത്? ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് കൂടി വരുമ്പോൾ അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകില്ല ഈ പ്രചാരണം? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് മരിച്ചയാളും ഒപ്പം അറസ്റ്റിലായ ആളുകളും അടക്കം ഏതാണ്ട് 12ഓളം പേരാണ് കേസിൽ പ്രതികളായുള്ളത്. ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളും ഇതിൽ വരും. പക്ഷേ ഈ ആളുകൾക്കെല്ലാം കൃത്യമായ DYFI അല്ലെങ്കിൽ CPM ബന്ധമുണ്ട് എന്ന് തന്നെയാണ് എതിരാളികൾ പറയുന്നത്. ഇക്കാര്യം ഈ CPM നിഷേധിക്കുമ്പോഴും പ്രാദേശിക തലത്തിലെ നേതാക്കൾ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലെ പ്രവർത്തകർക്ക്, UDF പ്രവർത്തകർക്കും മറ്റു നാട്ടുകാർക്കുമൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായ സൂചനകളുണ്ട് അല്ലെങ്കിൽ വിവരങ്ങളുണ്ട് എന്ന് പറയുന്നു. ഒപ്പം ഈ മരിച്ചയാളുടെ വീട്ടിൽ പോവുക, മറ്റു കാര്യങ്ങളിലൊക്കെ CPM പ്രാദേശിക നേതാക്കൾ ഇടപെടുകയും കൂടെ ചെയ്യുമ്പോൾ പാർട്ടിക്ക് പൂർണ്ണമായും ഇവരെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അത്തരമൊരു തള്ളിക്കളഞ്ഞാലും പാർട്ടിക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് UDFും BJPയും ആരോപിക്കുന്നത്. ഒപ്പം എന്തിനാണ് ഇത്തരമൊരു ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നടത്തിയത് എന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നു. ഈ UDFിന്റെ ആളുകളെയോ അല്ലെങ്കിൽ BJPയുടെ ആളുകളെയോ വകവരുത്താനാണോ അല്ലെങ്കിൽ അവർക്ക് നേരെ അക്രമം നടത്താനാണോ ഇത്തരമൊരു ബോംബ് നിർമ്മാണം നടത്തിയതെന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നു. എന്തായാലും വടകര പോലുള്ള മണ്ഡലങ്ങളിൽ, കണ്ണൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഇതിനകം തന്നെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഇതിനകം തന്നെ ഈ പാനൂരിലെ ബോംബ് സ്ഫോടനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറുപടി നൽകുമ്പോഴും ദുർബലമായ വാദമുഖങ്ങൾ മുൻപോട്ട് വെക്കാനാണ് പലപ്പോഴും CPMന് കഴിയുന്നതും. ഇത്തരത്തിൽ പരസ്പരമുള്ള രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇത്തരമൊരു നിർമ്മാണത്തിലേക്കും അല്ലെങ്കിൽ ഇത്തരമൊരു സ്ഫോടനത്തിലേക്കും
കലാശിച്ചത് എന്ന് പറയുമ്പോഴും റിമാൻഡ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ കൂടി ലക്ഷ്യം വെച്ചാണ് ഇത്തരം ബോംബ് നിർമ്മാണം നടന്നത് എന്ന് പോലീസ് എഴുതി ചേർക്കുമ്പോൾ അത് വലിയ പ്രതിരോധമാവും CPM-ന് ഇനി വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ബോംബ് സ്ഫോടനം വലിയ പ്രശ്നമായി തന്നെ നേരിടേണ്ടി വരും. ഈ റിമാൻഡ് റിപ്പോർട്ടും ഒരു രാഷ്ട്രീയ ആയുധമായി UDF എന്തായാലും ഉപയോഗിക്കുക തന്നെ ചെയ്യും. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.